ഹലോ എവ്രി വൺ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് 1 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നന്നായി ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കേക്ക് ഡിസൈനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു സിലിക്കൺ ബ്രഷ് എടുത്ത് നമ്മൾ കേക്കിൻ്റെ സൈഡിലും മുകൾ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒരു പാറ്റേൺ ആക്കി വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് താഴെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. മുകളിലും ഇതേപോലെ തന്നെ ഒന്ന് റൗണ്ടായിട്ട് തന്നെയാണ് ഒരു സ്പൈറൽ ഇഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പ്ലെയിനായി കാണുന്നതിനേക്കാൾ ഈ ഒരു കേക്ക് ഡെക്കറേഷന് ഇങ്ങനെയൊരു പാറ്റേൺ ആണ് കൂടുതൽ ഭംഗിയായി തോന്നുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സൈസിലുള്ള ഒരു ഓപ്പൺ സ്റ്റാർ നോസിലാണ്. ഇത് നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെ ഇട്ട് കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ ബോട്ടിലായിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പിംഗ് ബോർഡറാണ്. അപ്പോൾ അത് കുറച്ച് ഹൈറ്റിൽ നമുക്ക് കേക്കിൻ്റെ ഈ റൗണ്ട് മൊത്തം ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ബോർഡർ ഡിസൈനാണ്. അപ്പോൾ ഇതും ചെയ്തെടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് കേക്കിനൊരു ഹൈറ്റും തോന്നും. നമുക്ക് ഈ ഒരു മുകളിലായിട്ടാണ് ഇങ്ങനെയൊരു ബോർഡർ കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷാണ് ആവശ്യമുള്ളത്. ഒരു 2 ടീസ്പൂൺ ചോക്ലേറ്റും 1 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. ചെറുതായി ടിപ്പൊന്ന് കട്ട് ചെയ്ത ഒരു ഐസിങ് ബാഗിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ വരച്ചെടുത്ത പൈപ്പിംഗ് ബോർഡറിൻ്റെ മുകളിലായിട്ടാണ് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ വരച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ 2 പ്രാവശ്യം ഒരു 2 റൗണ്ടായിട്ട് ഒരു അൺഈവൻ ആയിട്ടാണ് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ലൈനിലായിട്ട് ഇങ്ങനെ ഈ ഒരു പൈപ്പിംഗ് ബോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എടുക്കുന്നത് കുറച്ച് ഗ്രീൻ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ലീഫ് ഗ്രീൻ എന്ന ഒരു ജെൽ കളർ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് പൈപ്പിംഗ് ബാഗ് ഒന്ന് ചെറുതായി വി ഷേപ്പിൽ കട്ട് ചെയ്ത് ചെറിയൊരു ലീഫാണ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് പൈപ്പിങ്ങിൻ്റെ മുകളിലായിട്ട് 2 സൈഡിലായിട്ടാണ് ലീവ്സ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1-2 ചെറിയ ലീവ്സ് ഇങ്ങനെ ഈ ഒരു റൗണ്ട് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ട് നല്ലൊരു ഡിസൈനാക്കി നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു വള്ളിയുടെ മുകളിൽ കുറച്ച് ഇലകൾ പോലെയുള്ളൊരു ഡിസൈനാണ് നമുക്ക് തോന്നാം. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ടുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി വളരെ കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക് കൊണ്ടുള്ള ഒരു ഡിസൈനും കൂടാണ് ചെയ്യുന്നത്. നീളത്തിൽ കട്ട് ചെയ്ത ഫോണ്ടൻറ്റിൻ്റെ മേലെ നമ്മൾ ജെൽ കളറിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പേര് എഴുതിയിട്ടുള്ളത്. ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിലൊക്കെ ബേസിക് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഫ്ലവർ കട്ടറാണ് ഇത്. ഒരു ഡെയ്സി ഫ്ലവർ കട്ടറാണ്. ഇതിലൊരു മീഡിയം സൈസിലുള്ള നോക്കിയെടുത്ത് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോണ്ടൻ്റ് ഒന്ന് പരത്തി ഈ ഒരു കട്ടറൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഷേപ്പിലുള്ള ഫ്ലവേഴ്സാണ് കിട്ടുന്നത്. ഞാനൊരു 6 ഫ്ലവേഴ്സാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വിഷസിൻ്റെ 6 സൈഡിലേക്കായിട്ട് ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേഷനാണ്. ഈ ഒരു കേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻട്രലായിട്ടൊരു അതിനൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു ഗോൾഡൻ ബോൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റിക്കായി കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.